ഹലോ എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് കേരളത്തിൽ BSc നഴ്സിംഗ് അഡ്മിഷൻ കിട്ടുന്നത് എന്നുള്ളതാണ്. സോ കേരളത്തിൽ BSc നഴ്സിംഗ് അഡ്മിഷൻ കിട്ടാൻ നിങ്ങൾക്ക് വേണ്ട ഒരു എൻട്രൻസ് ആണ് LBS. അതൊരു എക്സാം അല്ല, അത് ജസ്റ്റ് അലോട്ട്മെന്റ് ആണ്. നിങ്ങളുടെ +2ന്റെ മാർക്സ് വെച്ചിട്ട് നടത്തുന്ന അലോട്ട്മെന്റ് ആണ് LBS എന്ന് പറയുന്നത്. വേറെ അലോട്ട്മെന്റ് ഒക്കെ ഉണ്ട്, വേറെ എൻട്രൻസ് ഉണ്ട്. PMC മാക്ക് പോലുള്ള എൻട്രൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്തിനാണ്? പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് ഒക്കെയാണ്. പക്ഷേ LBS വഴി സെൽഫ് ഫിനാൻസിംഗും ഉണ്ട്. അതുപോലെ ഗവൺമെന്റ് കോളേജസ്, അതായത് കേരളത്തിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ LBS വഴിയാണ് നിങ്ങൾക്ക് പറ്റാം. ഓക്കെ, അപ്പോൾ LBS എന്ന് പറയുമ്പം ജസ്റ്റ് നിങ്ങൾ LBS എന്ന് സെർച്ച് ചെയ്ത് നോക്കുക, LBSന്റെ സൈറ്റ് കിട്ടും. അവിടെയാണ് ഓരോ അപ്ഡേറ്റ്സും, എപ്പോഴാണ് നഴ്സിംഗ്, എപ്പോഴാണ് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, ഓരോന്നിന്റെ ആപ്ലിക്കേഷൻ, ഓരോ കോളേജസിന്റെ കട്ട് ഓഫ്, കഴിഞ്ഞ വർഷം കയറിയ കുട്ടികളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ റാങ്ക് ലിസ്റ്റ്, അതൊക്കെ നിങ്ങൾക്ക് ആ സൈറ്റിൽ പോയി കിട്ടും. അപ്പോൾ ആ സൈറ്റ് എപ്പോഴും നിങ്ങൾ ഫെമിലിയർ ആയിട്ടിരിക്കുക. ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, LBSന്റെ രജിസ്ട്രേഷൻ ഈ വർഷത്തെ നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജൂൺ 4 വരെയാണ് രജിസ്ട്രേഷൻ. അപ്പം ആ രജിസ്ട്രേഷൻ എല്ലാവരും പോയി കംപ്ലീറ്റ് ചെയ്യുക. അവിടെ എന്തൊക്കെ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സ് വേണം അതൊക്കെ ആ സൈറ്റിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഓരോ ഡോക്യുമെന്റ്സും അറിയാൻ പറ്റും. അത് നിങ്ങൾ അടുത്തൊരു കഫേയിൽ പോയിട്ട് നിങ്ങൾ ചെയ്യാം. എന്തൊക്കെയാണോ പ്രോസസ്സ് വേണ്ടത് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഡ്രീം ആയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. സോ അതിനൊക്കെ നിങ്ങൾ +2 റിസൾട്ട് വന്ന് കഴിയുമ്പോൾ ആ മാർക്ക് വെച്ച് കട്ട് ഓഫ് വെച്ച് നമുക്ക് പറയാൻ പറ്റും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സെൽഫ് ഫിനാൻസിംഗ് ആണോ കിട്ടുക, കേരളത്തിൽ കിട്ടുമോ. കേരളത്തിൽ കിട്ടാൻ +2ന് നമുക്ക് മാർക്ക് വേണം, അത്യാവശ്യം മാർക്ക് വേണം. അപ്പം കിട്ടുമോ, സെൽഫ് ഫിനാൻസിംഗ് ആണോ, അതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നിങ്ങൾ +2 റിസൾട്ട് വരണം. ഇപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. LBSന് രജിസ്റ്റർ ചെയ്യുക, നാളെ തന്നെ പോയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ റിസൾട്ട് വന്നിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യുക. കഫേയിൽ ചേർക്കുമ്പോൾ അവർ പറയുമായിരിക്കും. അപ്പം ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് മനസ്സിലെന്ന് വിശ്വസിക്കുന്നത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് വരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് കാലിക്കറ്റിലെ കാര്യങ്ങളുടെ ഹോസ്റ്റലുണ്ടോ, ഫുഡ് എങ്ങനെയാണ്, എല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. വരുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുക. ഇപ്പോൾ എല്ലാവരും പോയി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ